ഹലോ, ഇന്ന് നമ്മൾ ബീഫ് പുലാവാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗ്രാമ്പു, പട്ട, 5-6 ഏലക്കായ, പിന്നെ വലിയ ജീരകം, അത് 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി മുഴുവനോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ഇതുപോലെ ഇച്ചിരി വലുതാക്കിയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി മുഴുവനോടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ വെള്ളം ആവശ്യം വരും ചോറ് വെക്കാനായിട്ട്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓയിലല്ല ഫ്രൈ ചെയ്ത് എടുക്കുന്നത്, എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എയർ ഫ്രയറിൻ്റെ ആ ഒരു ട്രേയിലും ഞാനൊന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 20 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഫ്രൈ ആയി വരാനായിട്ട്. ഇതാകുമ്പോൾ നമുക്ക് ഓയിലൊന്നും അധികം ഇല്ലാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ 1 കിലോ അരിയാണ് കേട്ടോ എടുത്തേക്കണ. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് നമുക്ക് മുരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതവിടെ മാറ്റി വെക്കാം. നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 5-6 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ ജീരകം 1 സ്പൂണ്, വലിയ ജീരകം 1 സ്പൂണ്, പിന്നെ 5 ഏലക്കായ, ചെറിയ കഷ്ണം പട്ട, പിന്നെ മുഴുവൻ മല്ലി 1 സ്പൂണ്, പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നത് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വേവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച സവാളയിൽ നിന്ന് പകുതി സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം കട്ടത്തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിയുള്ളതായാലും ഇല്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെള്ളം അളന്നിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തേക്കണം. അപ്പോൾ 2 കപ്പ് വെള്ളം നിറയെ എടുക്കണ്ട, 1.25 കപ്പ് വെള്ളം മതിയാവും. അരമണിക്കൂർ ഞാൻ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കണത്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ബാക്കിയുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചോറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്